ഹർഷ, ആരോഗ്യവകുപ്പിന്റെ വീഴ്ച ഇപ്പോൾ ഭണ്ഡാരം മെഡിക്കൽ കോളേജിൽ സംഭവിച്ച വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരുന്നു. ഒരു വീട്ടമ്മയുടെ വയറ്റിൽ നിന്ന് കത്രിക കണ്ടെത്തിയിരിക്കുന്നു. 2021 അവർ ഭണ്ഡാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഉള്ളിൽ കടന്നതായിരിക്കാം കത്രിക എന്നാണ് വിചാരിക്കുന്നത്. കുടുംബം പരാതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഡോക്ടർ, ഇവരുടെ കേസ് ഷീറ്റിൽ പേര് രേഖപ്പെടുത്തിയിരുന്നത് ഡോക്ടർ ലളിതാംബിക എന്ന ഡോക്ടറുടെയാണ്. അവരുടെ വിശദീകരണം നമ്മൾ കേൾക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ന്യായീകരണങ്ങളൊക്കെ എന്താണല്ലേ? തീർച്ചയായിട്ടും അവര് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് 5 അല്ല 50 വർഷം കഴിഞ്ഞാലും ഈ ഉപകരണം വയറിനകത്തിരിക്കുന്നത് കൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഈ പറയുന്ന വ്യക്തിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം. കത്രികയാണ്, ഒരു മെറ്റൽ ഉപകരണമാണ്. നമുക്ക് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന വാർത്തകളാണ്. വയറിൽ തുണി കുടുങ്ങി അതിനുശേഷം പലപ്പോഴായി വേദനയുമായി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവർ കുഴപ്പമില്ല, മൂത്രത്തിൽ കല്ല്, അങ്ങനെയുള്ള സാധാരണമായ അസുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്കാൻ പോലും ചെയ്യാൻ തയ്യാറാകാതെ പോകുന്നു. പിന്നീട് സ്വാഭാവികമായും തന്നെ ഈ തുണി താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം. അതുപോലെ ഇതിനു മുൻപ് നൂല്, കത്രികയൊക്കെ സ്ഥിരം സംഭവമാണെന്ന് നമ്മൾ പറയേണ്ടി വരും. ഇതിനു മുൻപും പലപ്പോഴായി കത്രിക വയറിൽ കുടുങ്ങിയ എത്രയോ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ ഇവർ പറയുന്നത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്, സിസ്റ്റം ശരിയല്ലാത്തത് കൊണ്ടാണ്. ഇത് കണ്ടിട്ടെങ്കിലും ഇനി മെഡിക്കൽ കോളേജുകളിലെ സിസ്റ്റം ഒന്ന് നേരെയാക്കണം ഗവൺമെന്റ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു ഡോക്ടർ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു ഫ്ലോർ നഴ്സ് എന്ന് പറയുന്ന ഒരു തസ്തിക സർക്കാർ ആശുപത്രികളിൽ ഇല്ല. ഇപ്പോൾ അവർ ആദ്യമേ പറയുന്നുണ്ട്, ഞാനല്ല ശസ്ത്രക്രിയ ചെയ്തത്, ഞാനായിരുന്നുവെങ്കിൽ 3.5 കിലോ എന്ന് പറയുന്ന മുഴയാണെങ്കിൽ അത് ഉറപ്പായി ഞാൻ ഓർത്തിരിക്കുമായിരുന്നു. അവിടെ ഓപ്പറേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ആരാണെന്നുള്ളത് രജിസ്റ്ററിൽ നോക്കിയ ശേഷമേ അറിയുള്ളൂ. ഞാൻ അവിടെ ചീഫ് ആയിരുന്നത് കൊണ്ടാണ് കേസ് ഷീറ്റിൽ എന്റെ പേരുണ്ടായിരുന്നതെന്ന്. അതിനൊപ്പമാണ് അവർ പറയുന്നത്, ഇതുപോലെ ഒരു ഫ്ലോർ നഴ്സ് എന്ന് പറഞ്ഞ ഒരാളുണ്ടാകണം, എന്തൊക്കെ ഉപകരണങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു, ഇതിന് ശേഷം അതൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണം. എന്നിട്ടാണ് അവർ പറയുന്നത്, ഈ ഒരു കത്രിക വയറിനുള്ളിൽ കുടുങ്ങിയാൽ അതിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ചിലപ്പോൾ ഇപ്പോഴായിരിക്കില്ല, ഇതിനു മുൻപ് എപ്പോഴെങ്കിലും കുടുങ്ങിപ്പോയ സംഭവമായിരിക്കാം ഇതെന്ന് പറയുന്നുണ്ട്. ഇതിനോട് ചേർത്ത് തന്നെ ഇപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരണം നടത്തിയിട്ടുണ്ട്. 15-ാം വയസ്സിൽ കുറെ കാര്യങ്ങൾ പറയുന്നതിന് കൂടെ ഇത് പറയുന്നതാണ്. 15-ാം വയസ്സിൽ ഇവരൊരു ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്, അപ്പോൾ കുടുങ്ങിയതാണോ എന്ന് പരിശോധിക്കുമെന്ന് ആരോഗ്യമന്ത്രി പറയുന്നുണ്ട്. എന്നാലും ഈ പറഞ്ഞ വ്യക്തിയുടെ വീട്ടമ്മയുടെ ഒപ്പമാണ് നിൽക്കുന്നത്, മറ്റു ന്യായീകരണങ്ങളൊന്നും നടത്താനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സിസ്റ്റത്തിന്റെ വീഴ്ച. ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ഡോക്ടർ ലളിതാംബിക പറയുന്നത് പോലെ ഒരു ഡോക്ടറെയോ അന്ന് ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. ഈ പറഞ്ഞ സിസ്റ്റത്തിന്റെ പരാജയം തന്നെയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ സ്വാഭാവികമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആശുപത്രിയിൽ ഡോക്ടർമാർക്ക് പിഴവ് സംഭവിച്ചതിൽ ആരോഗ്യമന്ത്രി എന്ത് ചെയ്തു? ആരോഗ്യമന്ത്രി ചോദ്യം ചെയ്തിട്ട് എന്ത് കാര്യമെന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ കേൾക്കേണ്ടത് എല്ലാം ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് ആശുപത്രികൾ എന്തുകൊണ്ട് കൂണുപോലെ മുളക്കുന്നു എന്നതിന്റെ കൃത്യമായ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ പറയുന്ന വ്യക്തിയെ ഇപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ ശസ്ത്രക്രിയക്കായി പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അമൃത ആശുപത്രിയെ പോലെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് ഇത് എത്തിക്കണമെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് പോകാനുള്ള അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ആ ഡോക്ടറും പറയുന്നുണ്ട്, ഈ കഴിഞ്ഞ 5 വർഷം മുൻപാണോ അതോ 20 വർഷം മുൻപ് നടന്ന കേസിലാണോ, ഈ ശസ്ത്രക്രിയയിലാണോ ഈ പറയുന്ന കത്രിക കുടുങ്ങിയിട്ടുള്ളത്? ആ കത്രികയുടെ ഇപ്പോൾ കാലപ്പഴക്കം പരിശോധിച്ചാലാണ് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ഒരു വേദന വന്നതുകൊണ്ട് അറിഞ്ഞതാണ്, അല്ലെങ്കിൽ ഇത് അറിയാനൊന്നും പോകുന്നില്ല, അത് അവിടെ ഇരുന്നത് കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാൻ പോകുന്നില്ല എന്ന് വളരെ ബാലിശമായ രീതിയിൽ അവർ ന്യായീകരിക്കുന്നതായിട്ടാണ് അത് കേൾക്കുമ്പോൾ തോന്നുന്നത്. സ്വാഭാവികമായും എല്ലാവർക്കും തോന്നുന്ന കാര്യം അത് തന്നെയാണ്. അവർ പറയുന്നത് പോലെ തന്നെ അവരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പിന്നെ മേഘ നേരത്തെ പറഞ്ഞതുപോലെ 15 വയസ്സല്ലായിരുന്നു, 23 വയസ്സിലാണ് അവർക്ക് ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് 2021 5 വർഷങ്ങൾക്ക് മുൻപ് വീണ്ടും ഓപ്പറേഷൻ ചെയ്തത്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അത് കോവിഡ് ടൈം ആയിരുന്നു, അപ്പോൾ ഒരുപാട് കേസുകൾ എല്ലാവരും അതിൽ തിരക്കിലൊക്കെ അല്ലേ, അപ്പോൾ ശസ്ത്രക്രിയക്ക് ചിലപ്പോൾ ശ്രദ്ധ ചെലുത്താൻ സാധിക്കാതെ പോയതായിരിക്കാം എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഡോക്ടർ പറയുന്ന ഒരു കാര്യമുണ്ട്, 3.5 കിലോയുടെ മുഴ ആയതുകൊണ്ടാണ് അന്ന് സർജറി ചെയ്തത്, അന്ന് അത്രയും കഷ്ടപ്പാടിന്റെ ഇടയിലാണ് സർജറി ചെയ്തത്, അത് ഞങ്ങൾക്ക് വിനയായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 5 വർഷം കത്രികയുമായി നടന്ന ഈ വീട്ടമ്മയുടെ വിഷമം അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അവർ തൊഴിലുറപ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ളവരായിരുന്നു. അപ്പോൾ എപ്പോഴൊക്കെ വേദന വന്നോ, അല്ലെങ്കിൽ ഇപ്പോഴും ഡോക്ടർ പറയുന്നത് അവിടെ കത്രിക ഇരുന്നത് കൊണ്ട് അവർക്ക് വേദന ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. ഇപ്പോൾ അവർക്ക് യൂറിനറി ഇൻഫെക്ഷന്റെ ഭാഗമായി ഉണ്ടായ വേദനയായിരിക്കാം എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെയൊക്കെ ശരീരത്തിന്റെ പുറമെ ഒരു മുള്ളു കുത്തിയാൽ എങ്ങനെയായിരിക്കും അവസ്ഥ എന്നുള്ളത്. സാധാരണ ഒരു റോസ ചെടിയുടെ മുള്ള് നമ്മുടെ കയ്യിൽ കുത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മീനിന്റെ മുള്ള് നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ പിന്നെ ഈ വലിയൊരു കത്രിക കുടുങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കത്രിക വയറിലിരുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യും, ഡോക്ടർ വയറ്റിലൊരു കത്രിക എടുത്ത് വെച്ച് എത്ര നാളത് വേദനയില്ലാതെ മുന്നോട്ട് പോകുന്നു ഒന്ന് പരീക്ഷിച്ച് നോക്ക്. പിന്നെ സിസ്റ്റത്തിന്റെ കാര്യം പറയുന്നത്
പറയുന്നുണ്ടല്ലോ, ഡോക്ടർ സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട്. സാധാരണ ആ ഒരു ഡയലോഗ് പറയേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ്. എനിക്ക് തോന്നുന്നു അവർക്ക് പറയാൻ അവസരം കൊടുക്കാതിരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഡോക്ടറെ തള്ളിക്കൊണ്ടാണ് വീണ ജോർജ് രംഗത്ത് വന്നിരിക്കുന്നത്. പിഴവ് സംഭവിച്ചിട്ടുണ്ട്, അതിന് ന്യായീകരണം ഒന്നും ഒരു ഫാക്ടറായിട്ട് എടുക്കില്ല, കൃത്യമായ നടപടി എടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് നടപടിയാണ് ഇനി സ്വീകരിക്കാൻ പോകുന്നത്? എന്തായാലും അവർ അടുത്തൊരു ചികിത്സയ്ക്ക് വേണ്ടി മറ്റൊരു ആശുപത്രിയെ ആശ്രയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണക്കാർക്ക് ഗവൺമെന്റ് ആശുപത്രികളിൽ, അതിപ്പോൾ മെഡിക്കൽ കോളേജുകളായിക്കോട്ടെ, ജില്ലാ ആശുപത്രികളായിക്കോട്ടെ, പോകാൻ ഭയമായി തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും കഴിഞ്ഞ 4-4.5 വർഷത്തെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുത്തഴിഞ്ഞ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യവകുപ്പായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തെല്ലാം സംഭവങ്ങളാണ് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്? ഡോക്ടർമാർക്ക് പ്രശ്നം, നഴ്സുമാർക്ക് പ്രശ്നം ഉണ്ടാകുന്നു, അതുപോലെ തന്നെ പേഷ്യൻസിന് പ്രശ്നം ഉണ്ടാകുന്നു, പലരും മരിച്ചു പോകുന്നു. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ മരിച്ചുപോയവരുടെ ശബ്ദരേഖകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ മരിക്കുന്നതിന് തൊട്ട് മുൻപും ബുദ്ധിമുട്ടായിരുന്നു, എന്നെ ശരിയായി ട്രീറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ ആരോഗ്യവകുപ്പിൽ തന്നെ ഡോക്ടേഴ്സ് പ്രതികരിക്കുമ്പോൾ അവർക്കെതിരെ നടപടി എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തിനിടെ ഒരു കുഞ്ഞ് മരിച്ചു പോകുന്നത്. അപ്പോൾ അവിടെ നടന്ന പ്രതിഷേധ പരിപാടികളൊക്കെ കാണുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്റെ സ്റ്റോറീസ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോട്ടോയുടെ താഴെയുള്ള ടാഗ് ലൈൻ ആണ്, പേരില്ലാത്ത കുഞ്ഞിന് വിട. ഒരു പേരിടാൻ പോലും ആ കുടുംബത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പോ അത്രയും പ്രശ്നം ഉണ്ടാകുമ്പോഴും ഡോക്ടേഴ്സ് വന്ന് നിന്ന് ഇത് എന്റെ വീഴ്ചയല്ല എന്ന് പറയുന്നുണ്ട്. ഇത് ആരോഗ്യവകുപ്പിന്റെ വീഴ്ച തന്നെയാണ്. ഈ പറഞ്ഞ കൃത്യമായ സിസ്റ്റം വർക്ക് ചെയ്യാത്തതിന്റെ പ്രശ്നം തന്നെയാണ്. ഈ ദൂർത്തിലും മറ്റു കാര്യങ്ങളിലും എല്ലാം പണം ചെലവാക്കുമ്പോൾ ഖജനാവ് കാലിയാകുന്നു. അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ തള്ളിക്കൊണ്ടു പോകുന്നത് എല്ലാം ഈ സർക്കാർ തന്നെയാണ്. എന്നിട്ടും വീണ്ടും ആരോഗ്യ വകുപ്പ് കേരള നമ്പർ 1 എന്നൊക്കെ പറയുമ്പോൾ ഇത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ മലയാളികൾക്കാവില്ല എന്നുള്ളതാണ്. ആരോഗ്യവകുപ്പ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് നമ്മുടെ കെ ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്ത് ആരോഗ്യവകുപ്പ് കുറച്ചുകൂടി മികച്ചതായിരുന്നു. അതൊരിക്കലും നമുക്കല്ല എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ മലയാളികൾ ഉറപ്പായും ഇത് കമ്പയർ ചെയ്താണ് ചിന്തിക്കുന്നത്. ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പിന്റെ വീഴ്ച എത്രത്തോളമാണ്. അല്ല, ഇവിടെ ഒരു കാരണമുണ്ട്. ഇവർ പറയുന്നുണ്ട് കോവിഡിന്റെ ടൈമിലാണ് എന്നുള്ളത്. കോവിഡിന്റെ ടൈമിൽ എനിക്ക് തോന്നുന്നു ശൈലജ ടീച്ചർ തന്നെയായിരുന്നു ആ സമയത്ത് ആരോഗ്യമന്ത്രി. ഇനിയിപ്പോൾ വീണ ജോർജ് അത് പറഞ്ഞ് കൈയൊഴിയുമോ എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ അങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. കൈയൊഴിയാൻ പോകുന്നത് ഒരു വലിയ മഹാമാരിയെ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 3.5 കിലോയുള്ള മുഴ നീക്കം ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. അന്ന് സ്റ്റാഫിന് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അപ്പോൾ സംഭവിച്ച വീഴ്ചയാണ് എന്നുള്ള ക്യാപ്സ്യൂളാണ് വരാൻ പോകുന്നത്. അത് നമുക്ക് വ്യക്തമായ കാര്യമാണ്. എന്ത് തന്നെയായാലും 3.5 കിലോ മുഴ മാറ്റിക്കാണും. അതുകൊണ്ട് അവരുടെ ജീവൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ കത്രിക ഉള്ളിൽ കുടുങ്ങിയതിന്റെ ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ ഡോക്ടർ തന്നെ പറയുന്നുണ്ട് അങ്ങനെ കുടുങ്ങാൻ പാടില്ലായിരുന്നു, പക്ഷെ കുടുങ്ങിയത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ലെന്ന്. പക്ഷെ ഇത് അമൃത ഹോസ്പിറ്റലിലേക്ക് അവർ പോകാനായിട്ട് ഇറങ്ങുന്ന വീഡിയോ ഒക്കെ നമ്മൾ കാണുമ്പോൾ അവർ ഭയങ്കര ടെൻഷൻ അടിച്ച്, അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ ഇവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ആരുത്തരം പറയും? ഈ വരുന്ന ദിവസത്തെ ചെലവുകൾക്ക് ആരുത്തരം പറയും? ഇനി ഒരിക്കലും ആദ്യം എപ്പോഴോ പറഞ്ഞതുപോലെ ഇനി ഒരിക്കലും അവർ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പോകാനുള്ള സാധ്യതയില്ല. അവർക്ക് ഉറപ്പായും ഭയം വന്നിട്ടുണ്ടാകും. അപ്പോൾ ഭയത്തിന്റെ പുറത്ത് ഇല്ലാത്ത പൈസ മുടക്കി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്ന സാഹചര്യമാണിപ്പോൾ.